പ്രിയ സുഹൃത്തുക്കളെ, കളങ്കാവൽ മൂവി റിവ്യൂ ആണ്. നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പോവുക, ടിക്കറ്റ് കൊടുക്കുക, പടം കാണുക, സന്തോഷത്തോടെ വീട്ടിൽ പോവുക. മമ്മൂട്ടിയുടെ പ്രതികാരം അത് വേറെയാണ്. വില്ലൻ എന്നൊക്കെ പറയുന്നത് ഡമ്മയാണ്. കാരണം എല്ലാവരുടെ മനസ്സിലും ഒരു വില്ലനുണ്ട്. അത് പ്രതികാരമാണ്. പക അത് വീട്ടാനുള്ളതാണ്. ഇത് പടത്തിൻ്റെ ഹൈലൈറ്റ്സ് അതാണ്. പക വീട്ടുന്ന ഒരു നായകനാണ്. അതിനെ വില്ലനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നേ ഉള്ളൂ. പടം വേറെ ലെവൽ മക്കളെ. പോയി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് കണ്ടോ. ആരെയും നോക്കണ്ട, ആരെയും റിവ്യൂയും കേൾക്കണ്ട. പൊന്നു മക്കളെ പോയി കണ്ടോ. പടം രോമാഞ്ചം. കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞ് മമ്മൂട്ടിക്ക് അഭിനയം പഠിക്കണമെന്ന്. ഇനി ഒന്നും നോക്കണ്ട. മമ്മൂട്ടിക്ക് അഭിനയം കണ്ട് തന്നെ നമ്മൾ വളർന്നത്. പൊന്നു മക്കളെ, അതിൻ്റെ മുതൽ വേറെ രോമം എണീറ്റ് നിൽക്കും. സംഭവം എകുലം. ഓക്കെ അല്ലേ? ഇനിയെങ്കിലും പോയി മമ്മൂട്ടിയുടെ ഫാൻസ്, അതായത് ഫേസ്ബുക്കിൽ കിടന്ന് മോഹൻലാലിനെ ട്രോളുന്നതും പല ആൾക്കാരും ട്രോളുന്ന മമ്മൂട്ടിയുടെ ഫാൻസുകാർക്ക് തന്നെ പോയി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. കാരണം മമ്മൂട്ടിയുടെ ഫാൻസുകാർ ഫേസ്ബുക്കിൽ ട്രോളേ ഉള്ളൂ. ഇപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് കാണും മക്കളെ. കണ്ട 100 കോടി ഉറപ്പാണ് ഈ പടത്തിന്. 100 കോടി അതുക്ക് മേലെ. മനസ്സിലായോ? പിന്നെ ഒരു രാജമാണിക്യം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും, എല്ലാ ഫാൻസുകാരും പോയി കാണാൻ പറ്റിയൊരു പടമാണ്. ഒന്നും മടിച്ചിരിക്കേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. ഗ്യാരണ്ടിയുടെ മോനെ, ഗ്യാരണ്ടിയായി കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിട്ടേ വരത്തുള്ളൂ.